ഹായ് ഹലോ. ഇന്ന് നമുക്ക് മാംഗോസ്റ്റിനെ പരിചയപ്പെട്ടാലോ. ഇത് പഴങ്ങളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. ആ, ഇത് ഇത് ഏകദേശം ഒരു 9 വർഷത്തോളം കഴിയുമ്പോഴാണ് ഇത് കായ്ച്ചു തുടങ്ങുന്നതാണ് പറയുന്നത്. ഇത് 7 വർഷമായി. ഇത് ഉടനെ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദാ ഇങ്ങനെ കായ്ച്ചില്ലെങ്കിൽ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ മരം ഒന്ന് കുലുക്കിയിട്ട് പറയണം അടുത്ത വർഷം കായ്ക്കണമെന്ന്. അപ്പോൾ അത് പേടിച്ചിട്ട് മുറിച്ച് കളയുമെന്ന് വിചാരിച്ചിട്ട് അടുത്ത വർഷം കായ്ച്ചു തുടങ്ങും. സ്വാഭാവികം, പേടിച്ചിട്ടാണ്. ഇത് നമ്മൾ കൊടംപുളിയില്ലേ, അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് വരും. പിന്നെ ഇതിൻ്റെ അകംവശം, പഴത്തിൻ്റെ അകവശം എന്ന് പറഞ്ഞാൽ കൊക്കോക്കായില്ലേ, കൊക്കോക്ക നമ്മൾ എടുത്ത് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു ആ ഒരു രൂപവും ടേസ്റ്റും അത് തന്നെ ആയിരിക്കും ഏകദേശം. നല്ല രസമുള്ള സാധനമാണ്. ഇതൊക്കെ ഞങ്ങളെ മക്കളെ പോലെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര സ്വാതന്ത്ര്യത്തിൽ ഇതൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇനി ഇവളുടെ കഥ കഴിഞ്ഞ് ഇനി നമുക്ക് കൊടംപുളി കാണാൻ പോയാലോ. അയ്യോ, ഒന്ന് അത് താഴെ പോയി. ഒരെണ്ണം താഴെ പോയിട്ടുണ്ട്. ദാ ഏ സൂപ്പർ കൊടംപുളി. ഇതൊന്ന് പറിച്ചെടുത്ത് കാണിച്ചു തരാം. നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇതാ മുകളിലൊക്കെ നോക്കി, അവിടെ ഇവിടെ ആയിട്ട് മഞ്ഞ കളറിൽ ബോൾ പോലെ കാണുന്നില്ലേ നിങ്ങൾ. നല്ല വലിപ്പമുള്ള കായാണ്. ആദ്യം എല്ലാം ചെറിയ ചെറിയ കായകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വർഷം കൂടി മരം വലുതാകും തോറും ഒരുപാട് കായകൾ ഇതിൽ കായ്ച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുണ്ട്. ചേട്ടനതാ കുടംപുളി മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അതിനെ കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. പറിച്ചിട്ടതിനെ താഴോട്ടിടുകയാണ്. അയ്യോ, ദാ നല്ല പുളിയുണ്ട്. ചെറിയ മധുരമുണ്ട്. ഇത് തേൻ വരിക്കയാണ് കേട്ടോ. ഇതാ ഇത് നല്ല മധുരമാണ്. പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് തേൻ അതിൽ നിന്ന് ഒലിച്ചിങ്ങനെ വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ദാ കണ്ടില്ലേ, കുറേ കായുണ്ട്. ഒരുപാട് ചക്ക കായ്ക്കും കേട്ടോ ഇതിൽ. കൂടുതലും താഴത്താണ് കായ്ക്കുന്നത്, മുകളിലേക്ക് അധികം ഇല്ല. ഞങ്ങളത് ക്രോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. കുറച്ച് പൊങ്ങിപ്പോയതുകൊണ്ട് തന്നെ ചക്ക മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് പറിച്ചെടുക്കാൻ പാടായതുകൊണ്ട് താഴേക്ക് ഇപ്പോൾ കായ്ച്ചു തുടങ്ങി. ഒരുപാട് കായുണ്ട്. കണ്ടില്ലേ. ഇത് ഇങ്ങനെ ക്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഒരുപാട് മുകളിലേക്ക് ചക്ക കായ്ക്കത്തില്ല. പിന്നെ താഴേക്ക് കായ്ച്ചു തുടങ്ങും. പക്ഷെ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ സാഫ് തേച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് ഫംഗസ് കീടങ്ങളൊന്നും ബാധിക്കാതെ മരം നല്ലതായിട്ട് തന്നെ നിൽക്കും. ഇത് കിലോ പേരയാണ്. കിലോ പേര പൊതിഞ്ഞൊക്കെ നിർത്തിയിട്ടുണ്ട് പ്ലാസ്റ്റിക് വെച്ചിട്ട്. പക്ഷെ അത്ര വലുതായിട്ടില്ല, പാകമായിട്ടില്ല. ഇത് നല്ല ടേസ്റ്റാണ്. നല്ല മധുരമുള്ള സാധനമാണ്. വലിപ്പം വയ്ക്കും. നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൻ്റെ അത്രയും തന്നെ വലിപ്പം വയ്ക്കും ഇത്. ഇതിൽ നിറച്ചും കാ പിടിച്ചിട്ടുണ്ട്. നോക്കിക്കേ, നിറയെ കായാണ്. വലുതാവും, ഇത് വലിയ സൈസാവും. ഇത് വവ്വാലിൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് കവറിട്ടിട്ട് പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്നതാണ്. വവ്വാലിങ്ങനെ കടിച്ചിട്ട് ഇല്ലാണ്ടാക്കി കളയും. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഇട്ട് പൊതിഞ്ഞ് തന്നെ ഞങ്ങൾ നിർത്തുന്നത്. എന്നാലേ നമുക്ക് കിട്ടൂ. ഇത് നമ്മുടെ പിസ്താഷ്യോ ആണ്, ഇന്ത്യൻ പിസ്താഷ്യോ. സൂപ്പറാണത്. കായ്ച്ചിട്ടില്ല, കായ്ക്കുമ്പോൾ റിവ്യൂ പറയാം. ഇത് അവക്കാഡോ മരമാണേ. ഞങ്ങൾ നട്ടിട്ട് കുറച്ച് വർഷങ്ങളായി, പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല. പൂ
വന്നിട്ടുണ്ട്, കായ് വന്നിട്ടില്ല ഇതുവരെ. ചൈനീസ് ബുഷ് ഓറഞ്ചാണ് ഇത്. ഇതിലൊരുപാട് കായ്ഫലം ഉള്ളതാണ്. ഇപ്പോൾ കായുടെ സീസണല്ല, ഈ വർഷം കായ്ച്ച് കഴിഞ്ഞു. അത് ഇനി നിറച്ചും പൂ വന്നിട്ട് ഒരുപാട് കായ് വരും. നല്ല ഫ്ലേവറുള്ള ഒരു സാധനമാണ്. മണം ഒരു രക്ഷയില്ലാത്ത മണമാണ്. ഇത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കലക്കൂലേ, അതിന് പകരം നമ്മൾ ഇത് പിഴിഞ്ഞൊഴിച്ചിട്ട് വെള്ളം കലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വല്ലാത്തൊരു ഫ്ലേവറാണ് അതിന്. സ്ക്വാഷിന് പകരമായിട്ട് നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. ചൈനീസ് ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുളി കൂടുതലാണ്. അത് നമുക്ക് വെള്ളത്തിൽ കലക്കി മാത്രമേ കുടിക്കാൻ പറ്റത്തുള്ളൂ, അത് നേരിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഓറഞ്ച് തന്നെ ഫ്ലേവറാണ്, നല്ല മണം, അതേ മണം തന്നെ ആയിരിക്കും. പക്ഷേ ഇത് അടുത്തായിട്ട് കാണിക്കുന്ന ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചുമന്ന ചെറിയ മുളക് പോലത്തെ, നമ്മളെ കാന്താരി മുളകില്ലേ അതേപോലെ പഴുത്ത് കഴിഞ്ഞാൽ അതേ ഒരു രൂപം തന്നെ ആയിരിക്കും. പക്ഷെ അത് നമുക്ക് നേരിട്ട് കഴിക്കാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒരു കയ്പുള്ള ആഹാരമോ ഒരു പുളിയുള്ള ആഹാരമോ എന്തെങ്കിലും കഴിച്ചിട്ട് ഇത് തന്നെ ഉടനെ കഴിച്ചു കഴിഞ്ഞാൽ ആ ആഹാരം നമ്മൾ ഭയങ്കര ഒരു മധുരമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ചോറ് തന്നെ കഴിച്ചിട്ട് ചോറിന് വേറെ ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനമാണ്. നമ്മൾ ആദ്യം ഈ കഴിക്കുക, എന്നിട്ട് ചോറ് കഴിച്ചു നോക്കുക. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചോറിന് ഭയങ്കര മധുരമായിരിക്കും, വല്ലാത്തൊരു മധുരം, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു മത്ത് പിടിക്കുന്ന ഒരവസ്ഥ ഉള്ള. ഒരു ചെറിയ ഇതിൽ ഉണ്ട്, അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ പറിച്ചെടുക്കാത്ത കാരണം അത് ഉണങ്ങിപ്പോയി. പറിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. താഴത്ത് വീണുപോയി. താഴെ മുഴുവനും ആ വിത്ത് വീണിട്ട് തൈ ആയിട്ടുണ്ട്. അത് നമ്മൾ പറിക്കാത്ത കാരണം അങ്ങനെ താഴെ വീണിട്ടും തൈ ആയതാണ്. ഈ പറമ്പത്ത് തന്നെയുള്ള കുരുമുളകാണ്. 2-3 വെറൈറ്റി കുരുമുളക് ഇവിടെ നട്ടിട്ടുണ്ട്. കുറ്റി കുരുമുളക്, പിന്നെ പടർന്നു പോകുന്ന ഐറ്റം, പന്നിയൂർ, അങ്ങനെ കുറച്ച് ഐറ്റങ്ങളെല്ലാം ഇവിടെ നട്ടിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം വലിയ താരുകളായിരിക്കും, നല്ല വലിപ്പമുള്ള മണികളുമായിരിക്കും. അടുത്തത് കാണിച്ചു തരാൻ പോകുന്നത് ചെറുനാരങ്ങ. നമ്മൾ ലെമൺ ജ്യൂസൊക്കെ കുടിക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാരങ്ങയാണിത്. ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട്, നിറച്ചും കായുണ്ട് ഇതിലെപ്പോഴും എല്ലാ സീസണിലും കാണും. പൂക്കുന്നു, കായ്ക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആവശ്യത്തിന് ഓടി വന്ന് ഇതിന്ന് പൊട്ടിച്ചിട്ട് തന്നെ നമ്മൾക്ക് അത്യാവശ്യത്തിന് വെള്ളം എടുക്കാനായിട്ട് പറ്റും. ഇത് കായ്ച്ച് ഒരുപാട് കാഫലം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ കൊമ്പുകളെല്ലാം ചരിഞ്ഞിട്ടാണുള്ളത്. അതാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത്. വെയിറ്റ് കൊണ്ട് താഴ്ന്നു പോയതാണിത്. ഒരുപാട് കായുണ്ട്. ഇതിനടുത്ത് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ നട്ടിട്ടുണ്ട്. ഇത് കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. ഈ ട്യൂബ് ടയറിൻ്റെ ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ങുമെന്നൊന്നും അറിയത്തില്ല, എങ്കിലും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ താഴേക്ക് വീണിട്ട് അതിലാണ് വരുന്നത്. ഇത് നിറയെ കായ്ക്കുന്ന N18 റംബൂട്ടാനായിരുന്നു. പക്ഷേ ഇത് എന്തുകൊണ്ടെന്നറിയില്ല, കരിഞ്ഞു പോയി. കുറേ ഭാഗം അങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് കായുണ്ട് അതിൽ, മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും ഒക്കെ ആയിട്ട്. പക്ഷേ നല്ല ബ്രാഞ്ചസ് എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് നല്ല കാട്ടുന്ന മരമായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കരിഞ്ഞു പോകുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
ഇത് നമ്മുടെ ഒരു മാവിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. പേരൊന്നും അറിയില്ല. വാങ്ങി നട്ടപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ ഓർമ്മയില്ല. ഇത് ഇതുവരെയും കായ്ച്ചിട്ടില്ല. അടുത്ത വർഷം കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ അൽഫോൺസ മാവാണ്. കുറച്ച് പൊക്കം വെച്ചിട്ടേ ഉള്ളൂ. ഇത് കായ്ക്കുമെന്നൊന്നും അറിയില്ല. ഒരു പരീക്ഷണത്തിന് വേണ്ടി നട്ടതാണ്. ഇത് തായ്ലൻഡ് ചാമ്പയാണ്. ബെൽ ചാമ്പ, ആപ്പിൾ ചാമ്പ എന്നൊക്കെ അറിയപ്പെടും. നല്ല മധുരമുള്ള സാധനമാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ചുമന്ന് തുടുത്ത ആപ്പിൾ പോലെ തന്നെ ഉണ്ടാവും. കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും. നമ്മളെ സാധാരണ ചാമ്പയ്ക്കയിൽ നിന്നും കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും. ഇതിന് ബെല്ലിൻ്റെ ഷേപ്പായിരിക്കും. നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്കധികം കഴിക്കാൻ കിട്ടാറില്ല. കിട്ടാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കായ്ച്ച് ഒന്ന് കളറായി വരുമ്പോൾ തന്നെ പക്ഷികൾ വന്നിട്ട് കടിച്ച് അത്രയും കഴിക്കും. വവ്വാൽ അതെല്ലാം കഴിച്ചുകൊണ്ട് പോകും. നമുക്ക് കുറച്ചേ കിട്ടാറുള്ളൂ. താഴെ ഭാഗത്തൊക്കെ നിൽക്കുന്ന കുറച്ച് എണ്ണം നമുക്ക് കളറടിക്കുമ്പോൾ തന്നെ പറിച്ച് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കിട്ടാറില്ല. ഇത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു നാട്ടുമാവിൻ്റെ ഒരു വെറൈറ്റിയാണ്. നല്ല ടേസ്റ്റാണ്. ചെറിയ മാമ്പഴമായിരിക്കും. അതും ഒരു നാട്ടുമാവാണ്. അത് കുറ്റ്യാട്ടൂർ മാവ് അല്ലെങ്കിൽ നമ്പ്യാർ മാവ് എന്നൊക്കെ അറിയപ്പെടും. ഇത് ഞാവൽ മരമാണേ. ഇത് ഞാവൽപ്പഴം കായ്ക്കുന്നത്, ഞാറക്ക എന്നൊക്കെ പറയാം. ഞാറപ്പഴം, ജാമുൻ എന്നൊക്കെ പേരുണ്ട്. കായ്ച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങൾ നട്ടിട്ടുണ്ട്. ഇതും ക്രോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതൊരു ചക്ക സുന്ദരിയാണ് ഞങ്ങളുടെ. ഇത് വരിക്കച്ചക്ക തന്നെയാണ്. നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ്. വലിപ്പം കുറച്ച് കൂടുതലുള്ള ഒരു ഐറ്റമാണ്. പക്ഷെ ആദ്യമൊക്കെ കായ്ക്കുമ്പോൾ ചെറിയ ഉണ്ട പോലത്തെ ചക്കകളാണ് കായ്ച്ചിരുന്നത്. ഇപ്പം നല്ല വെറൈറ്റി വലുതായിട്ട് തന്നെ കായ്ക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ബ്രാഞ്ചസ് ഒക്കെ ക്രോപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്, താഴത്ത് തന്നെ കായ്ക്കാൻ വേണ്ടിയിട്ട്. നല്ല മധുരമുള്ള ചക്കയാണിത്. ഇത് റംബൂട്ടാൻ്റെ സ്കൂൾ ബോയ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ആദ്യമായിട്ട് കായ്ച്ചതാണ്. ഞങ്ങളിത് കായ്ക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ വർഷം അത് കായ്ച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിഷമം കണ്ടിട്ടായിരിക്കും അത് കായ്ച്ചു തുടങ്ങിയത്. ഇപ്പം കുറച്ച് നിറച്ച് തന്നെ കായ്ച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് രുചിച്ചതിന് ശേഷം ഞങ്ങൾ എന്താണ് രുചി എന്നൊക്കെ അറിയിക്കാം. ഇത് മാവിൻ്റെ തന്നെ പല പല വെറൈറ്റികൾ ഇവിടെ നട്ടിട്ടുണ്ട്. എല്ലാമൊന്നും കാണിക്കുന്നില്ല. ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. പേര് പോലും ഇപ്പോൾ ഓർമ്മയില്ല. ഇതൊരു മാവിൻ്റെ തന്നെ നീലം മാവാണത്.